അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഷെരീഫ് ഹസനിയാണ്, തലക്കടത്തൂർ. എൻ്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരായ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ വളരെ ചുരുക്കി അറിയിക്കുകയാണ്. എല്ലാവരും അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് അപേക്ഷിക്കുന്നു. 4-5 വർഷങ്ങൾക്ക് മുമ്പ് കാരന്തൂർ മർക്കസിൽ ഞാൻ തഖസുസിന് പഠിക്കുന്ന സമയം കുണ്ടൂരിൽ ബുർദ മജ്ലിസ് പതിവാക്കിയിരുന്ന കാലം. ഒരു വെള്ളിയാഴ്ച രാവിൽ കുണ്ടൂർ ഉസ്താദിൻ്റെ ഹളറത്തിലേക്ക് നല്ല താടിയുള്ള തുവെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. വേദിയുടെ പിന്നിലായിരുന്നു. ഞങ്ങൾ ബുർദ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അറിഞ്ഞു ഹാഫിൽ അബ്ദുല്ലാഹിൽ ഹക്കീം എന്ന വ്യക്തിയാണതെന്നും സമാപന പ്രാർത്ഥനയ്ക്ക് വന്നതാണെന്നും പ്രാർത്ഥനയ്ക്ക് സാധാരണ പരിചയമില്ലാത്ത ശൈലീഭാവങ്ങൾ അതവിടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നാട്ടിൽ പലതും കേൾക്കാൻ തുടങ്ങി. മജ്ലിസുകളും നസീഹത്തുകളും ദുആകളുമായി ആകെ പരിപാടികളുടെ ഓട്ടപ്പാച്ചിലുകൾ. എല്ലാവർക്കും എല്ലായിടത്തും കൂടണം. പാട്ടും ബൈത്തും കുറച്ചൊക്കെ ചെറിയ രൂപത്തിൽ വശമുള്ളതിനാൽ എനിക്കും ആവേശമായി. ആയുടെ ദിനേന എന്ന പോലെ അദ്ദേഹത്തെ മർക്കസിലും കാണാൻ തുടങ്ങി. പൂനൂർ മദീനത്തുന്നൂറിൽ അക്കാലത്തെ അവസാന ബാച്ചിന് ദർസ് തുടങ്ങിയെന്നും കേട്ടു. തുടർന്ന് കാണാനും പരിചയപ്പെടാനും ഞാൻ സമയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പതിയെ അത് കൂടാനുള്ള വാശിയായി മാറി. മസ്ജിദുൽ ആസാർ ശിലാസ്ഥാപന മീലാദ് സമ്മേളനത്തിൽ കൂടെ ഒന്നിച്ച് ബൈത്ത് ചൊല്ലുന്നിടത്ത് വരെ എത്തി കാര്യങ്ങൾ. യാന്ത്രികമായി ഞാൻ അതുവരെ ഉണ്ടായിരുന്ന ശൈലിയും വഴിയുമെല്ലാം മാറി സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷേ അത് അന്ന് ഞാൻ കാര്യമാക്കിയെടുത്തില്ല. പഠിച്ചു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാതെയായി. ഗുരുമുഖങ്ങളിലെ ഓർമ്മപ്പെടുത്തലുകൾ മറന്നുപോയി. തഖസുസ് പഠനം കഴിഞ്ഞ് കരുവന്തിരുത്തിയിൽ താജുൽ ഉലമയുടെ പള്ളിയിൽ ഖുതുബയും കുണ്ടൂരിൽ ബുർദയും പത്തനാപുരത്ത് നല്ല ദർസുമൊക്കെയായി ശോഭിച്ചു നിൽക്കുന്ന സമയം. ആ ഇടയ്ക്ക് സമസ്തയിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാർ തീരുമാനവും അറിയിച്ചു. ചില സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തോട് പ്രവർത്തകർ വിട്ടുനിൽക്കണം. അന്ന് എനിക്കതിനു സാധിച്ചില്ല. അതിൻ്റെ ഗൗരവത്തിലേക്ക് കൂടുതൽ ചിന്തിച്ചുമില്ല. ഉസ്താദുമാരുടെ ആ നിർദ്ദേശത്തിന് ഞാൻ സ്വയം പല വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി. കാര്യങ്ങൾ ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞു. ഒരു വേള എനിക്ക് ശക്തമായി സിഹർ ബാധിച്ചു. പത്തനാപുരത്ത് ചിട്ടയോടെ നടത്തി വന്നിരുന്ന എൻ്റെ ദർസിനോട് താൽക്കാലികമായി വിട ചൊല്ലി. പല സ്വരപ്പകർച്ചകളാൽ എൻ്റെ വൈവാഹിക ബന്ധവും ഒഴിവായി. കുണ്ടൂരിലേക്ക് പോകുന്നത് നിലച്ചു. ഇടപഴക്കങ്ങൾ തീരെ ഇല്ലാതായി. പിന്നീടങ്ങോട്ട് ലക്ഷ്യമില്ലാത്ത അലച്ചിലുകളായി. 3 കൊല്ലം സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ജീവിതം താളം തെറ്റിയൊഴുകി. ആലപ്പുഴ റാഫി മുസ്ലിയാരുടെ ചികിത്സാ നിർദ്ദേശങ്ങളിൽ പതിയെ എല്ലാം ആറിത്തണുത്തു വന്നു. അപ്പോഴേക്ക് ഒരുപാട് നഷ്ടങ്ങളുടെ പട്ടിക എൻ്റെ മുമ്പിൽ നിരന്നു നിന്നിരുന്നു. സ്വന്തം പിതാവ്, സഹപാഠികൾ, കൂട്ടുകാർ, മഅദിനിലും ഇഹ്യാഉസ്സുന്നയിലും മർക്കസിലും കൂടെയുണ്ടായിരുന്ന മിത്രങ്ങൾ, 1000 സംഘടനാ പ്രവർത്തകർ, വ്യക്തിബന്ധം പുലർത്തിയിരുന്ന സാദാത്തുക്കൾ, പണ്ഡിതർ, എല്ലാത്തിലുമുപരി എൻ്റെ ഉസ്താദുമാർ. എല്ലാ കണ്ണികളും വീണുടഞ്ഞ് ആൾക്കൂട്ടത്തിൽ തീർത്തും ഒറ്റപ്പെട്ട് ഒരപരിചിതനെ പോലെ ഞാൻ മാറി. ഇടയ്ക്കെപ്പോഴെങ്കിലും എൻ്റെ ഉസ്താദുമാരായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനെയും സുൽത്താനുൽ ഉലമ എപി ഉസ്താദിനെയും ചെന്ന് കാണാറുണ്ടെങ്കിലും എൻ്റെ പ്രധാന ഗുരുനാഥനും വളർച്ചയുടെ വഴിയിൽ എന്നെ അങ്ങേയറ്റം പ്രിയം വെച്ച് വഴി നടത്തിയ ശൈഖുന ഖലീൽ തങ്ങൾ ഉസ്താദുമായി എനിക്ക് അടുക്കാൻ കഴിയാതെ വന്നതായിരുന്നു എൻ്റെ വലിയ നഷ്ടവും പരാജയവും.
ഒരിക്കൽ സുലൈമാൻ ഉസ്താദ് എന്നെ വല്ലാതെ താക്കീത് ചെയ്തു പറഞ്ഞു, ഖലീൽ തങ്ങളാണ് നിന്റെ ഉസ്താദ്, അവരുടെ തൃപ്തിയും സന്തോഷവും ഇല്ലാതെ നീ ജീവിക്കരുത്. പിന്നെ മനസ്സിലെന്തോ ഭയം എന്നെ വിടാതെ പിന്തുടർന്നു. കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വാക്കിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എങ്ങനെയും അത് പുലർന്നു കാണാനുള്ള ചിന്തകളായി. അടുത്തു ചെല്ലാൻ ഉള്ളിൽ ഭയവും. അൽഹംദുലില്ലാഹ്, ഒടുവിൽ അതും സാധിച്ചെടുത്തു. ഇപ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് സമാധാനത്തിലാണ്. പഴയ വിചാരങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും ഞാൻ ഇന്ന് പൂർണ്ണമായും മുക്തനാണ്. തങ്ങൾ ഉസ്താദ് എൻ്റെ അടുത്തു ചെന്ന് ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞു, എല്ലാ വിഷമങ്ങളും ഏറ്റുചൊല്ലി. ആ ഗുരുശ്രേഷ്ഠരുടെ തൃപ്തിയും സ്നേഹവും സന്തോഷവും ഒരുപാട് കാത്തുനിന്ന് ചോദിച്ചു വാങ്ങി. അവിടുന്ന് ഒരുപാട് നസീഹത്തുകൾ പറഞ്ഞു തന്നു, മന്ത്രിച്ചു തന്നു. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളിലായി നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെയും കീഴ്ഘടകങ്ങളുടെയും എല്ലാ സംരംഭങ്ങളിലും സജീവമായി സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നും അതാണ് നമ്മുടെ വഴിയെന്നും എന്നെ ഗൗരവമായി ഓർമ്മപ്പെടുത്തി. ആ വാക്കുകൾ ഇന്ന് ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ഇനിയുള്ള കാലം ഒരിക്കലും കാലിടറാതെ ഉസ്താദുമാരുടെ വഴിയിലായി എനിക്ക് നടന്നു നീങ്ങണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ഖിദ്മത്തിലായി ഒരു പ്രബോധകനായി ജീവിച്ചു മരിക്കണം. ഓ ഖാലിദിൻ്റെയും വെള്ളില ഉസ്താദിൻ്റെയും കുണ്ടൂർ ഉസ്താദിൻ്റെയും കഥകൾ പറഞ്ഞ് കുഞ്ഞുനാളിലെ ആത്മാർത്ഥ സംഘടനാ വഴികൾ പകർന്നു തന്ന പുത്തൻതെരു ആരിഫ് ക, അബ്ദുറഹ്മാൻ സഖാഫി മീനടത്തൂർ, ഷെരീഫ് സഅദി തലക്കെടുത്തൂർ തുടങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങളോട് ഞാൻ ഏറെ ഇന്നും കടപ്പെട്ടവനാണ്. വ്യക്തിപരമായി ഒരുപാട് ചാബല്യങ്ങളും ശരികേടുകളുമുള്ള ആളാണ് ഞാൻ. പിഴവുകൾ ഒരുപാടുണ്ട്. ചില നഷ്ടങ്ങൾക്ക് ഭയങ്കര കയ്പാണ്, തിരിച്ചു പിടിക്കാനും കഴിയില്ല. ഗുരുമുഖങ്ങളുടെ തണലിൽ നമുക്കെല്ലാമുണ്ട് എന്ന തിരിച്ചറിവ് ജീവിതം എന്നെ പഠിപ്പിച്ചു. പ്രവർത്തകർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വിനയത്തോടെ നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് ഷെരീഫ് തലക്കെടുത്തൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.